നമസ്കാരം. വിഘ്നേശ്വര ജ്യോതിഷത്തിലേക്ക് സ്വാഗതം. ഞാൻ രാജേഷ് കുമാർ. ഇന്നിവിടെ പറയാൻ പോകുന്ന നക്ഷത്രം ചിത്തിര നക്ഷത്രത്തിൻ്റെ പൊതു സ്വഭാവങ്ങളും അനുഷ്ഠിക്കേണ്ട കർമ്മങ്ങളുമാണ് ഇന്നിവിടെ പറയാൻ പോകുന്നത്. ചിത്തിര നാളുകാർ വളരെ ശാന്തശീലരും അത് കണക്കിന് സാമാന്യത്തിൽ കവിഞ്ഞുള്ള കർമ്മകുശലതയും ഇവരിൽ ഉണ്ടായിരിക്കും. ഇവരിൽ അധിക പേരും വളരെ സമാധാനത്തിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ഏതെങ്കിലുമൊക്കെ ഓരോ കാര്യങ്ങൾ ഏർപ്പെടുന്നത് വളരെ സമാധാനത്തിൽ ചെയ്തു തീർക്കണം എന്നുള്ളവരായിരിക്കും. എങ്കിലും അത് എന്തൊക്കെ ഒരു പ്രതിബന്ധങ്ങളുണ്ടെങ്കിൽ പോലും അതിനെ എല്ലാത്തിനെയും തരണം ചെയ്ത് വിജയിക്കുന്നതും ആയിരിക്കും. കാരണം ഇവർ ആരെയും അത്ര തന്നെ വകവെച്ച് കൊടുക്കാത്ത ഇവർ ആരോടും തന്നെ വളരെ വിധേയഭാവത്തിൽ പെരുമാറുകയോ അല്ലെങ്കിൽ പറയുകയും ചെയ്യുമെന്നുള്ളതും അത് കാണുമ്പോൾ ഒരു വിരോധാഭാസമായി നമുക്ക് തോന്നാം. അത് സ്വന്തം തീരുമാനത്തിൽ കൂടിയല്ലാതെ മറ്റൊരാളിൻ്റെയും അഭിപ്രായം മാനിച്ചും ഇവർ യാതൊന്നും ചെയ്തെന്നും വരുന്നതല്ല. പ്രേരണ ഇവർ വിശാല ഹൃദയന്മാരായിരിക്കുമെങ്കിലും ചില കാര്യങ്ങളിലെല്ലാം വളരെ സങ്കുചിത മനസ്കരുമായിരിക്കും. പൊതുകാര്യങ്ങളിലും യോഗ്യമായി പെരുമാറും. അത് കണക്ക് തന്നെ നിസ്സാര കാര്യങ്ങളിലും സ്വന്തം അനുജന്മാരിലും ആത്മാർത്ഥമായി സ്നേഹിക്കുന്നവരിലും സ്വന്തം സഹോദരങ്ങളിൽ പോലും ഇവർ വിശാല ഹൃദയത്തോട് വീക്ഷിക്കുന്നവരല്ല. അതുകൊണ്ട് വളരെ അടുത്ത ആളുകൾ പോലും ഇവരെപ്പറ്റി ഹൃദയശൂന്യന്മാരെന്നോ അല്ലെങ്കിൽ ലുബുദ്ധന്മാരെന്നോ ഒക്കെയുള്ള ആരോപണങ്ങളൊക്കെ വരും. പിന്നെ ഇവരുടെ സഹായം അഭ്യർത്ഥിച്ച് ആര് വന്നാലും ശരി തന്നെ ഇവർ അവർക്ക് വേണ്ടുന്ന സഹായ കാര്യങ്ങളെല്ലാം ഇവർ ചെയ്തു കൊടുക്കുകയൊക്കെ ചെയ്യുന്നവരായിരിക്കും. പിന്നെ ഇവർക്ക് അധികം പേർക്കും പിതാവിനെ കൊണ്ട് പറയത്തക്ക അനുഭവങ്ങളൊന്നും ഉണ്ടാകുകയില്ല. ഒന്നെങ്കിൽ ബാല്യത്തിൽ തന്നെ പിതൃമരണമോ അല്ലെങ്കിൽ പിതാവിനെ വേർപെട്ടോ പിതാവ് തന്നെ വേർപെട്ടുള്ള ജീവിതമൊക്കെ ആയിരിക്കും എന്നൊക്കെ കണ്ടുവരുന്നുണ്ട്. പിന്നെ ഇവരുടേതായിട്ടുള്ള എല്ലാം ഇവരുടെ ജാതകത്തിലെ ഗ്രഹനിലയ്ക്ക് അനുസരിച്ച് കൂടിയൊക്കെ ഇരിക്കത്തുള്ളൂ കൂടുതൽ കാര്യങ്ങളും. പിന്നെ ഇവർ മിക്കവാറും മാതൃഭക്തന്മാരും മാതാവിന് സന്തോഷകാരികളും മാതൃസൗഭാഗ്യം കൂടുതൽ അനുഭവിക്കുന്നവരൊക്കെ ആയിരിക്കും കൂടുതലും. പിന്നെ ഇവരെക്കുറിച്ച് പറയുമ്പോൾ ഇവർക്ക് ഏകദേശം ഒരു 32 വയസ്സുവരെ ഈ നക്ഷത്രക്കാർക്ക് സ്വതന്ത്രമായ ഒരു ജീവിത പുരോഗതി സിദ്ധിക്കുന്നതല്ല. 33 വയസ്സ് മുതൽ ഏകദേശം ഒരു 53 വയസ്സുവരെയാണ് ഇവരുടെ ഒരു സുവർണാവസരം. ജാതകത്തിൽ ഗൃഹാനുകൂല്യം കൂടി ഉണ്ടായിരുന്നാൽ ഇവർക്ക് അഭിമാനകരമായി പലതും നേടുവാൻ ഇതിനകം കഴിയുകയും ചെയ്യും, ഞാൻ ഈ പറഞ്ഞ വയസ്സിന് ഉള്ളിൽ. പിന്നെ ഈ നാളുകാർ പലതരത്തിലുള്ള ശത്രുത്വങ്ങളും മത്സരങ്ങളുമായി ജീവിതത്തിൽ അധികവും പോരാടേണ്ടി വരും. വാസ്തവം അതൊന്നുമല്ലെങ്കിലും പലതരം അപവാദങ്ങളും ആരോപണങ്ങളും ഒക്കെ ഇവർക്ക് ബാഹ്യമായി ഇരിക്കും. അവയൊന്നും തന്നെ ഇവർ അണുമാത്രം വകവെച്ച് കൊടുക്കത്തുമില്ല. ആരെന്തൊക്കെ പറയുന്നെങ്കിൽ പറയട്ടെ എന്നങ്ങ് വിചാരിച്ചോളൂ. എല്ലാം എന്തോ ആന അങ്ങോട്ട് പോകുമ്പോൾ പട്ടി കിടന്ന് കുറച്ച് കഴിഞ്ഞാൽ ആനയ്ക്കെന്തോ അത് മൈൻഡ് ചെയ്യത്തില്ല എന്ന് പറയുന്ന ഒരു ചിന്താഗതിക്കാരായിരിക്കും ഇവർ. ഇവരുടെ തങ്ങളുടെ മനസ്സിൽ തോന്നുന്നു ചെയ്യുവാൻ ഇവർക്ക് എത്ര ശക്തിമത്തായ എതിർപ്പുകളെയും അവഗണിച്ചുകൊണ്ട് പോലും ഇവർ അരയും തലയൊക്കെ മുറുകെ രംഗത്തിറങ്ങും ഇവർ. കാരണം അത്രമാത്രമുള്ളൊരു നല്ല ധൈര്യശാലികളായിരിക്കും ഇവർ. പിന്നെ അന്യന്മാരുടെ കഷ്ടപ്പാടുകളിലും ദുഃഖത്തിലുമൊക്കെ പെട്ടെന്ന് ഇവർക്കൊരു കാരുണ്യം ഉണ്ടാകും. പിന്നെ ഇവരുടെ ഒരു ദാമ്പത്തിക ജീവിതം വളരെ എന്തൊക്കെ പറഞ്ഞാൽ നല്ല ഭാഗ്യമുള്ളതൊക്കെ ആയിരിക്കും, വളരെ സംതൃപ്തികരമൊക്കെ ആയിരിക്കും. പിന്നെ ഇവരുടെ ജാതകത്തിൽ ചൊവ്വയും ശനിയും അനിഷ്ട സ്ഥാനങ്ങളിൽ നിൽക്കുന്നതായാൽ ചില കാര്യങ്ങളൊക്കെ ഉണ്ടാകാം വിവാഹബന്ധത്തിനെ സംബന്ധിച്ചിടത്തോളം. പിന്നെ അതൊക്കെ എന്ന് പറയുമ്പോൾ നമ്മുടേതായിട്ടുള്ള രീതികളിൽ നമ്മുടെ ആ ഒരു സമയങ്ങളിൽ അല്ലെങ്കിൽ ദശാസമയങ്ങളിലൊക്കെ നമ്മൾ വേണ്ടുന്ന രീതിയിലുള്ള കർമ്മങ്ങളൊക്കെ ചെയ്താൽ അല്ലെങ്കിൽ പൂജാകാര്യങ്ങളൊക്കെ ചെയ്യുകയോ അല്ലെങ്കിൽ ക്ഷേത്രദർശനമൊക്കെ നടത്തിക്കഴിഞ്ഞാൽ അതൊക്കെ മാറുന്നതുമാണ്. മറ്റുള്ള കുഴപ്പങ്ങളും തന്നെ ഉണ്ടാകത്തുമില്ല. പിന്നെ ഇവരുടെ ഒരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾക്കും പ്രേരണ ഈ അനുഭവങ്ങളൊക്കെ തന്നെ ആയിരിക്കും മിക്കതും. പിന്നെ എന്നാൽ എടുത്തു പറയേണ്ട ചില കാര്യങ്ങളുണ്ട്. നിർഭാഗ്യകരങ്ങളും തിക്തങ്ങളുമായ പല ദുരനുഭവങ്ങളും ഇവരുടെ ജീവിതത്തിൽ കരണ്ട് തിന്നുന്നതായി കാണുന്നുണ്ട്.
ഒന്നാമത്തെ ദുസ്വാതന്ത്ര്യമൊക്കെ ഇവരിൽ കൂടുതലായിരിക്കും. വിധേയത്വം വന്നത് ഇവരെ സംബന്ധിച്ചിടത്തോളം വളരെ കുറവായിരിക്കത്തുള്ളൂ. കാരണം ഇവർക്കുള്ള മനസ്സിലുള്ള കാര്യം ഇവരങ്ങ് പറയും. മക്കളായാലും അല്ലെങ്കിൽ ഭർത്താവിനെക്കുറിച്ചായാലും അങ്ങ് പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ അത് മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടണമെന്നില്ല. അപ്പോൾ അങ്ങനെതായിട്ടുള്ള രീതികളിൽ ഇച്ചിരി ഒരു രീതി ഇവർ ആ സ്വഭാവത്തിൽ അച്ചിരി എടുത്ത് ചാട്ടമൊക്കെ കുറച്ച് കഴിയുന്നത് വളരെയധികം നല്ലതായിരിക്കും. പിന്നെ ഇവരെ ഭരിക്കുന്നത് ഇവർക്കിഷ്ടമല്ല. കാരണം എന്ന് പറഞ്ഞാൽ ഇവർക്ക് ഇവരുടേതായിട്ടുള്ള ഒരു അഭിമാനത ഉണ്ട്. എങ്കിലും ഇവരെ ഭരിക്കുന്നത് ഇവർക്ക് ഇഷ്ടപ്പെടത്തില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു വാസ്തവം. പിന്നെ ഇവർക്ക് നല്ലതായിട്ടുള്ള നല്ല സ്നേഹമുള്ള ഭർത്താവിനെയും അതിലുപരി നല്ല മക്കളെയൊക്കെ ആയിരിക്കും ഇവർ കിട്ടുന്നത്. അതിലൊന്നും യാതൊരു കുഴപ്പങ്ങളോ കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ഇവരുടേതായിട്ടുള്ള ചിലർക്ക് ഇവർക്കൊരു പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജോലി കിട്ടാനൊക്കെ വളരെയധികം മുൻതൂക്കം കൂടുതലാണ്. സർക്കാർ ജോലി കിട്ടുന്നതിലൊക്കെ വളരെ മുൻതൂക്കം കൂടുതലാണ്. അപ്പോൾ അതിന് വേണ്ടുന്നതായിട്ടുള്ള പ്രീതികളൊക്കെ ഗ്രഹപ്രീതികളൊക്കെ വരുത്തിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നല്ലൊരു നക്ഷത്രം തന്നെയാണ് ചിത്തിര നക്ഷത്രം. പിന്നെ ഇവരുടേതായിട്ടുള്ള ചില ദശയിൽ ഇവരുടെ ദശാസമയങ്ങളിൽ വേണ്ടുന്ന രീതിയിൽ അതിൻ്റെ പരിഹാരം കൂടെ ചെയ്തു കഴിഞ്ഞാൽ യാതൊരു കുഴപ്പവും ഇല്ല. ഇവരുടെ ദശാനാഥൻ എന്ന് പറയുന്നത് ചൊവ്വയാണ്. ചൊവ്വാദശ കഴിഞ്ഞതിന് ശേഷം പിന്നെ രാഹു, പിന്നെ വ്യാഴം, ശനി, ബുധൻ, കേതു, ശുക്രൻ, ഈ ക്രമത്തിലാണ് ഇവരുടെ ഒരു ദശകൾ കടന്നു പോകുന്നത്. അപ്പോൾ ഇവരുടെ ദശയിലെന്ന് പറഞ്ഞാൽ വ്യാഴം, ബുധൻ, ശുക്രൻ ഈ ദശകളിൽ ദോഷപരിഹാര കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നത് വളരെ നല്ലതാണ്. ഇപ്പോൾ ചൊവ്വാദശ എന്ന് പറഞ്ഞാൽ 3.5 വർഷക്കാലം ചൊവ്വയും, രാഹു ഒരു 18 വർഷക്കാലവും, വ്യാഴം ഒരു 16 വർഷക്കാലവും ഉണ്ട്. അപ്പോൾ വ്യാഴദശ സമയത്ത് വേണ്ടുന്ന പരിഹാരങ്ങൾ ചെയ്തോണം, അത് ഞാൻ പറഞ്ഞു തരാം. പിന്നെ ശനി 19 വർഷം, ബുധൻ 17 വർഷം, കേതു 7 വർഷം, ശുക്രൻ 20 വർഷം. ഇങ്ങനെയാണ് ഇവിടെ ദശകൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ വ്യാഴവും ബുധനും ശുക്രന് ഈ ദശാസമയത്ത് നമ്മൾ വേണ്ടുന്ന പരിഹാരങ്ങൾ ചെയ്യണം. ഇപ്പോൾ ചിത്തിര, അവിട്ടം, മകയിര ഈ നക്ഷത്രങ്ങളിൽ ക്ഷേത്രദർശനവും മറ്റ് പൂജാതി കാര്യങ്ങളും നടത്തുക. അതാണ് ചൊവ്വയെ പ്രീതിപ്പെടുത്തുന്ന കർമ്മങ്ങൾ ഇവർ പതിവായി അനുഷ്ഠിക്കുന്നതൊക്കെ വളരെ നല്ലതാണ്. സുബ്രഹ്മണ്യനെയും ഭദ്രകാളിയൊക്കെ പ്രീതിപ്പെടുത്തുക. അതിനാണ് ചൊവ്വാഴ്ച ചേർന്ന് വരുന്ന ദിവസം വളരെ സവിശേഷ പ്രധാനത്തോട് വ്രതം തുടങ്ങുക, ചൊവ്വാഴ്ച ദിവസമൊക്കെ. പിന്നെ അതേ കണക്ക് തന്നെ ഭാഗവത പാരായണം നടത്തുക. ഭാഗവത പാരായണമൊക്കെ വളരെ നല്ലതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ദോഷ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ പോലും അതെല്ലാം മാറിക്കിട്ടുന്നതായിരിക്കും. ശ്രീകൃഷ്ണ ക്ഷേത്ര ദർശനവും ഭാഗവത പാരായണവും ചെയ്യുക. അതേ കണക്ക് തന്നെ മഹാലക്ഷ്മി ഭജനം, അതേ തന്നെ ശുക്രപ്രീതി കർമ്മങ്ങൾ എന്നിവ നടത്തുന്നതൊക്കെ വളരെ അഭികാമ്യങ്ങളാണ്. പിന്നെ ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവരുടെ ദേവത എന്ന് പറയുന്നത് ത്വഷ്ടാവാണ്. അപ്പോൾ അതിൻ്റേതായ മന്ത്രം കൂടെ നിത്യജപത്തിന് വളരെ നല്ല ഒരു മന്ത്രം തന്നെയാണ്. അപ്പോൾ ഞാനീ പറയുന്ന മന്ത്രവും കൂടെ നിങ്ങൾ എല്ലാ ദിവസവും ചൊല്ലിക്കഴിഞ്ഞാൽ നിങ്ങളുടേതായിട്ടുള്ള ആ സമയദോഷങ്ങളിൽ ഇത് ചൊല്ലിക്കഴിഞ്ഞാൽ മാറും. അത് സമയദോഷത്തിലാണെങ്കിൽ അല്ലെങ്കിലും ശരി തന്നെ മന്ത്രം ചൊല്ലുക. നിങ്ങൾക്കത് വളരെ നല്ല വിജയത്തിനും അല്ലെങ്കിൽ ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടിനും സാമ്പത്തിക ബുദ്ധിമുട്ടും എല്ലാത്തിനും നല്ലതാണ് ഈ മന്ത്രം. ആ മന്ത്രം കൂടെ ഞാൻ പറഞ്ഞു തരാം. ഓം ദുഷ്ടാദുരോയോ അത്ഭുത ഇന്ദ്രാഗ്നിപുഷ്ടിവർത്തനാദിഭാതജന്ത ഇന്ദ്രിയമാക്യാം ഗൗരവിമോദദൂ ഓം വിശ്വകർമ്മണേ നമഃ എന്ന രീതിയിൽ ഈ മന്ത്രവും കൂടെ ചൊല്ലുക. ഒരു 102 രൂപകൾ നിങ്ങൾ ഈ മന്ത്രവും കൂടെ ചൊല്ലുക. പിന്നെ നിങ്ങളുടെ നക്ഷത്ര മൃഗമെന്ന് പറയുന്നത് ആൾപ്പുലിയാണ്, പക്ഷി കാക്കയാണ്, വൃക്ഷം കൂവളമാണ്, ഗണം അസുരഗണമാണ്. അപ്പോൾ എന്തുകൊണ്ടും നല്ലൊരു നക്ഷത്രം തന്നെയാണ്. അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാ ഗുണങ്ങളും ദൈവാനുഗ്രഹവും ഉണ്ടാവട്ടെ. നന്ദി, നമസ്കാരം.